നൈഫ്സ് ഔട്ട് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ പടം വേക്കപ്പ് ഡെഡ് മാൻ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് റിലീസായിട്ടുണ്ട്. മൂന്നാമത്തെ പടമാണ്. എനിക്ക് ഈ ഫ്രാഞ്ചൈസിൽ ഈ ഒരു 3 പടങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഇതാണെന്ന് പറയാം. ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഇതിൻ്റെ കാസ്റ്റാണ്, ഇതിന് ആ ഒരു ക്യാരക്ടേഴ്സാണ്, ഇതിൻ്റെ ഒരു പ്രിമേഴ്സും അല്ല ഇതിൻ്റെ റൈറ്റിംഗ് തന്നെ ആ ഒരു പ്രിമേഴ്സ് തന്നെ നല്ല രസമുണ്ട്. ഒരു പള്ളിക്കകത്ത് നടക്കുന്ന ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു മർഡർ, അതിൻ്റെ മിസ്റ്ററി എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ പേര് തന്നെ അറിയാലോ, വേക്കപ്പ് ഡെഡ് മാൻ. സോ ഈ ഒരു ക്യാരക്ടർ പിന്നെ റൈസ് ചെയ്ത് വരും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഇതിലേക്ക് പോകുക എന്നുള്ളത്. സോ അതെങ്ങനെയാണ് ഇവർ ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു തരത്തിലും നമുക്ക് പിടികിട്ടാത്ത രീതിയിലാണ് കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഒരു ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല. ഓൾറെഡി ഈ നൈഫ്സ് സിനിമകൾ കണ്ടവർക്ക് അറിയാം ഇതിൻ്റെ പോക്ക് എങ്ങനെയാണ്, ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഒരു സ്ലോ പേസിലായിരിക്കും ഇങ്ങനെ നീങ്ങുക. പക്ഷേ എനിക്കിപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലാസ് ഒരിങ്ങനെയൊക്കെ ഒരുപാട് കുഴപ്പിച്ച പോലെയും കുറച്ച് ലെങ്ത് എടുത്ത് പറഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പടത്തിനൊരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയിൽ നമ്മളിങ്ങനെ നമ്മളൊരു ക്ലാസ് പടം കണ്ടാൽ എങ്ങനെ ഇരിക്കും അതേ രീതിയിലുള്ള നല്ലൊരു ഒഴുക്കുള്ള നല്ല ഫ്ലോ ഉള്ളൊരു സാധനമാണ്. ജോഷ് ബ്രോളിൻ ഉൾപ്പെടെ വന്നിട്ട് പോയിട്ടുള്ള എല്ലാവരും നല്ല കിടിലൻ ക്യാരക്ടേഴ്സാണ്. നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരുപാട് കുഴപ്പിക്കാത്ത, എന്നാൽ അതിനകത്ത് തന്നെ ഒരുപാട് ട്വിസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ സാധനം പോസ്റ്റായിട്ട് വെറുതെ മിസ്റ്ററി കാണിക്കണം, മിസ്റ്ററി വേണം, ഇങ്ങനെ ചുരുളഴിക്കണം എന്ന് പറഞ്ഞ് കാണിക്കാതെ അതിനിടയിൽ തന്നെ ഈ ടാസ്ക് ഇവരെങ്ങനെ ചെയ്തു, ഇതാര് ചെയ്തു എന്നുള്ളത് ടുവേർഡ്സ് ദി എൻഡ് നമ്മളിങ്ങനെ ത്രൂ ഔട്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കും. നല്ല എൻഗേജിങ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ കാസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാം. ഈ കാസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ, അവരുടെ കിടിലൻ പെർഫോമൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഫസ്റ്റ് ഷോട്ട് മുതലേ അറിയാം അല്ല ക്ലാസ് ആയിട്ടാണ് ഇവർ എടുത്തിട്ടുള്ളത്. അതേ പോക്ക് തന്നെയാണ് തുടക്കം മുതൽ അവസാനം വരെ. ഒരു പള്ളിക്കകത്ത് ഞാൻ പറഞ്ഞ പോലെ അതിനകത്തുള്ളൊരു കൊലപാതകം ആയതുകൊണ്ട് തന്നെ ആ പള്ളിക്ക് ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഒരു 5-6 പേര് അവരെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ മുഴുവനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. സോ അവർക്കിടയിലുള്ള മിസ്റ്ററീസും ഞാൻ ആ പള്ളിയിലേക്ക് പുതിയതായിട്ടൊരു അച്ഛൻ വരുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരനായ അച്ഛൻ. ആളുടെ പാസ്റ്റ് ഉണ്ട്. സോ ആളുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് എങ്ങനെയാണ് ഈ ഒരു കഥയിലായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുക. ദെൻ ആ മർഡർ ചെയ്തു എന്ന് പറയപ്പെടുന്നത് ഈ ഒരു ക്യാരക്ടറാണ്. സോ അതിൽ നിന്ന് ഈ ആളെങ്ങനെ രക്ഷപ്പെടും, ഈ ആളെ ബ്ലാങ്കിനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമുക്ക് കാണിച്ചത്. മറ്റു സിനിമകളിലൊക്കെ തന്നെ ഇപ്പോൾ ബ്ലാങ്ക് മാത്രമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് വൺ മാൻ ആർമി ആയിരുന്നെങ്കിൽ ഇതിലങ്ങനെയല്ല. ഇയാളെക്കാൾ കൂടുതൽ ഈ അച്ഛനെ വെച്ചിട്ടാണ് കേസ് സോൾവ് ചെയ്യണത്. കാരണം ഈ അച്ഛൻ ചെയ്തിട്ടില്ല എന്ന് നമുക്കും അറിയാം, ഈ ബ്ലാങ്കിനും അറിയാം. സോ മൂപ്പർക്ക് ഒറ്റയ്ക്ക് ഇത് പറ്റുകയില്ല. സോ അങ്ങനെ പറ്റില്ല എന്ന് വരുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടറിനെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മിസ്റ്ററി സോൾവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ സിനിമയുടെ ഒരു പാറ്റേൺ മൊത്തം പോയിട്ടുള്ളത്. അല്ലാതെ ഒറ്റയ്ക്ക് വന്ന് ഡിറ്റക്റ്റീവ് കളി നടത്തുന്ന പരിപാടിയല്ല. സോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തൊക്കെയോ കുറേ വ്യത്യാസങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ എല്ലാം നല്ല വെടിപ്പായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. എനിക്ക് ഫ്രാഞ്ചൈസിൽ തന്നെ ഈ 3 സിനിമകളിൽ വെച്ച് ദി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത് ഈ നൈഫ്സ് ഔട്ടിൻ്റെ വേക്കപ്പ് ഡെഡ് മാൻ എന്ന പടമാണ്. അതിൻ്റെ എല്ലാ ആസ്പെക്ട് നല്ലൊരു മർഡർ മിസ്റ്ററി, നല്ലൊരു ക്രൈം ഡ്രാമ കാണണം എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു. ഒരു ത്രില്ലർ എന്നല്ല, അത് ഈ നൈഫ്സ് ഔട്ടിൻ്റെ സിനിമകളൊന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് ചാടി കയറി നിങ്ങളൊരു പോയിട്ട് ഇത് ഭയങ്കര ഫാസ്റ്റ് പേസിൽ പോകുന്ന ചറപറ ആക്ഷൻ സീക്വൻസുകളുള്ള ആക്ഷനൊന്നും ഇല്ല അതിൽ. അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത വളരെ സ്ലോ പേസ്ഡ് ആയിട്ട് പോകുന്ന നല്ലൊരു ക്ലാസ് ഐറ്റം. തുടക്കം മുതൽ അവസാനം വരെ എന്താണ് ഇതിൻ്റെ പേസിങ്, അതേ പേസിങ്ങിൽ പോയിട്ട് നല്ല നീറ്റായിട്ട് കഥ പറഞ്ഞ് തീർക്കുന്ന ഒരു ഗംഭീര പടമാണ് നൈഫ്സ് ഔട്ടിൻ്റെ വേക്കപ്പ് ഡെഡ് മാൻ. തീർച്ചയായിട്ടും കണ്ടുപോക്കുക, നെറ്റ്ഫ്ലിക്സിലുണ്ട്. എനിക്ക് ഈ കൊല്ലത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും കണ്ടുപോക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.